ശരി, എന്താ പേടിക്കേണ്ടത്? പേടിച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ആ നരകം കിട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണോ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണം. തിന്മകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ, വ്യഭിചാരം, ബലാത്സംഗം, സ്വയംഭോഗം, സ്വവർഗഭോഗം, കണ്ണിന്റെ കാതിന്റെ വ്യഭിചാരങ്ങൾ, പലിശ, സ്ത്രീധനം, കൈക്കൂലി, ചൂതാട്ടം, കരിഞ്ചന്ത, കുത്തിവെപ്പ്, തട്ടിപ്പ്, വെട്ടിപ്പ്, അളവിലും തൂക്കത്തിലുമുള്ള കള്ളത്തരങ്ങൾ, ശിർക്ക്, ബിദ്അത്ത്, അല്ലാഹുവോട് പ്രാർത്ഥിക്കുക തൗഹീദ്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക ശിർക്ക്, അല്ലാഹുവോട് ദുആ ഇരക്കുക തൗഹീദ്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക ശിർക്ക്. അങ്ങനെ അതിനൊക്കെ രക്ഷപ്പെടണം, എല്ലാത്തിനും. പിന്നെ സ്വർഗം കിട്ടാനുള്ള എല്ലാ മാർഗങ്ങളും അല്ലാഹുവിനുള്ള ഇബാദത്ത് അല്ലാഹുവും റസൂലും പഠിപ്പിച്ച രീതിയിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. നെഞ്ഞത്ത് കൈകെട്ടി മാത്രം നമസ്കരിക്കണം. എല്ലാ ഫർളുകളും കഴിയുന്നത്ര ജമാഅത്തായി നിർവഹിച്ചുകൊണ്ടിരിക്കണം. പള്ളിക്ക് മുന്നിലൂടെ നടന്നു പോകുന്ന പെണ്ണ്, പള്ളിക്ക് മുന്നിലൂടെ നടന്നു പോകുന്ന ആണ് പെണ്ണിനോട് പറയാ, നീ അങ്ങ് വീട്ടിലേക്ക് നടന്നോ, ഞാൻ നിസ്കരിച്ചിട്ട് വരാ എന്ന്. എവിടെ ഒരുക്കം? കഴിയുമെങ്കിൽ കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് സുബ്ഹി, സുബ്ഹി നമസ്കരിക്കാൻ പെണ്ണുങ്ങൾ റസൂലുള്ളാഹിന്റെ കാലത്ത് പള്ളിയിൽ കുട്ടിയുണ്ട്, അതുകൊണ്ട് പോകുന്നില്ല എന്ന് പറയുന്ന പെണ്ണേ, റസൂലുള്ള പറയാണ് ഫാസ്മഉ സുബ്ക അസ്ബി, ഞാൻ ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു, ഫതജവ്വസ് സ്വലാത്തി, എന്റെ നിസ്കാരം ഞാൻ വേഗമാക്കുന്നു എന്ന്. ആ പറയുന്ന പെണ്ണിന്റെ കൂടെയാണല്ലോ നമുക്ക് സ്വർഗത്തിൽ പോകാനുള്ളത്. അതുകൊണ്ട് പെണ്ണുങ്ങളെ 5 നേരവും പള്ളിയിൽ പോകാൻ ശ്രമിക്കുക. 5 നേരവും കുട്ടികളെയും കൊണ്ടുപോവുക, എല്ലാവരെയും കൊണ്ടുപോവുക. പോകുന്ന വഴിക്കെല്ലാം കൂലിയാണ്, വരുന്നത് വരെ നിസ്കാരത്തിലാണ്, 27 ഇരട്ടി കൂലിയാണ്. എല്ലാ സുന്നത്തുകളും നിസ്കരിക്കുക. ഒരു ദിവസം 90ഓളം റക്അത്ത് നിസ്കരിക്കാനുണ്ടാകും, ഫർളും സുന്നത്തും അടക്കം. എല്ലാ സുന്നത്ത് നോമ്പുകളും എടുക്കുക, എല്ലാ സുന്നത്ത് നോമ്പുകളും. നമ്മൾ വിചാരിച്ച ഒരു പ്രശ്നവുമില്ല. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ നോമ്പ് പിടിക്കാൻ ഒരു പ്രയാസവുമില്ല. പ്രയാസമുണ്ടായാലും നോമ്പ് നിൽക്കണം. കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടാണ് റസൂൽ സഹാബത്തും നോമ്പെടുത്തത്. കൊല്ലത്തിൽ പകുതിയോളം ദിവസം നോമ്പാണ് റസൂലുള്ളാഹിക്ക്. സഹാബിമാർക്ക് ഓൽക്കത് പറഞ്ഞാൽ മതി എന്ന് പറയും നമ്മൾ, ഇല്ലേ? അവരുടെ വയറ്റത്ത് കല്ല് വെച്ച് കിട്ടിയിരുന്നു. നിങ്ങൾ ആരെങ്കിലും വയറ്റത്ത് കല്ല് വെച്ച് കിട്ടിയിട്ടുണ്ടോ? വിശന്നിട്ട് സ്വന്തം കുപ്പായം വിറ്റ ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? സ്വന്തം കുപ്പായം വിറ്റിട്ട് അതുകൊണ്ട് 1 രൂപക്ക് പച്ചരിയും 10 പൈസക്ക് പ്രീതി കട്ട സോപ്പും വാങ്ങിയിട്ട് 12 മണിക്ക് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? നമ്മൾ ആരാണ്? സമയമില്ലേ? നമ്മൾ ആരാണ്? നമ്മൾ എവിടെ എത്തി? ചിന്തിക്കുക. അതുകൊണ്ട് നടന്നു പോകുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെയുള്ള ദിക്റുകൾ, ദുആകൾ, നല്ല മനസ്സ്, നല്ല വിചാരങ്ങൾ, നമ്മുടെ കർമ്മങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ലോകമാന്യമില്ലാതെയിരിക്കുക. അമലുകളും ഇബാദത്തും ആരും കാണാതെയാക്കുക. സുന്നത്തുകളൊക്കെ റൂമിൽ പോയി നിസ്കരിക്കുക. തഹിയ്യത്തും തറാവീഹും മാത്രം പള്ളിയിൽ പോയി നിസ്കരിക്കുക. ആരോടും ചെയ്ത കാര്യങ്ങൾ പറയാതിരിക്കുക. അമലുകൾ നഷ്ടപ്പെടും. കിബിറ്, അഹങ്കാരം, അസൂയ കടന്നു വരുന്നത് ശ്രദ്ധിക്കുക. നാവ് കൊണ്ട് നരകം വാങ്ങരുത്. ഗീബത്ത്, നമീമത്തുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ആൾ കൂടിയാൽ അടുത്തുള്ളവനെ പറ്റിയാണ് കുറ്റം പറയാനുള്ളത്. എല്ലാം മാറ്റിവെച്ച് നമ്മൾ ബുദ്ധിയുള്ളവരാകണം. അവസാനിപ്പിക്കുകയാണ്. ആരാണ് സമർത്ഥൻ, ആരാണ് സ്മാർട്ട്, ആരാണ് വളഞ്ഞോൻ? ഇനിമേലിൽ നമ്മൾ അത് അള്ളാഹിന്റെ റസൂല് പറഞ്ഞതനുസരിച്ച് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ബുദ്ധിയില്ല എന്നാണെങ്കിൽ ബുദ്ധി ഉണ്ടാക്കണം. ബുദ്ധി ഉണ്ടാകണമല്ലോ. ബുദ്ധി ഉണ്ടായേ പറ്റൂ. നമ്മൾ ആരും മന്ദബുദ്ധികളല്ല, ഭ്രാന്തന്മാരല്ല. ആണോ? മന്ദബുദ്ധികളൊക്കെ സ്വർഗത്തിലാണ്, ഭ്രാന്തന്മാരൊക്കെ സ്വർഗത്തിലാണ്. അങ്ങനെ നമുക്ക് പോകാൻ പറ്റൂല. നമുക്ക് ബുദ്ധി ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് ഇനി നമ്മുടെ സംസാരം അങ്ങനെയാക്കണം. വീട്ടിൽ ചെന്നിട്ടൊന്ന് ചർച്ച ചെയ്യണം. ശരി, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ബുദ്ധിയും വിവേകവും തന്റെ ഇടവും സാമർഥ്യവുമുള്ള മനുഷ്യരിൽ ഞങ്ങൾ അധികം ഉൾപ്പെടുത്തുമാറാകണം.